അപ്പൊ ആ പാട്ട് വലിയ വിഷയാക്കി. ആ പാട്ടിനെതിരെ ഇവര് വലിയ പരാതിയുമായി വന്നു. ആ പാട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു? അയ്യപ്പ ഭഗവാന്റെ ദ്വാരപാലക ശില്പം അവിടുന്ന് മോഷണം പോയി, പീഠം പോയി, രുദ്രാക്ഷമാല പോയി, കഴുത്തിലുണ്ടായിരുന്നേ. സകല കള്ളന്മാരും കടന്നാൽ നമ്മൾ പറയുന്ന പരാതി വാതിൽ തുറന്നിട്ട് പോയിന്ന. പക്ഷെ ഈ കള്ളന്മാരും വാതിലും കട്ടിളയും ജനലും കൊണ്ടുപോയി, എല്ലാം സ്വർണ്ണം പൂശി. അതായിരുന്നു. ഇതൊക്കെ അടിച്ചു മാറ്റി ഇതെല്ലാം കൊണ്ടുപോയി. ഇതെല്ലാം കൊണ്ടുപോയപ്പോ എന്തായി? അതിനെപ്പറ്റി ഇയാള് ഒരു പാട്ടിറക്കി. ഒരു കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന രചയിതാവ് ആ പാട്ടിറക്കിയപ്പോ ഇവർക്ക് ഇപ്പൊ ഭയങ്കര പ്രയാസം. കടകംപള്ളി സുരേന്ദ്രൻ പറയാ കഴിഞ്ഞ ദിവസം, ആ പാട്ടിറക്കിയതിന്റെ ശേഷം എനിക്ക് ഉറക്കില്ല, നിങ്ങൾ ഉറങ്ങരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കഷ്ടത എവിടെയെന്നറിയോ? ശബരിമല സന്നിധാനത്ത് പോയിട്ടാണ്. ഓരോരുത്തരും ജയിലിലാണ്. പഴയ MLA അടക്കമുള്ള ആളുകൾ സഖാക്കളാണ്. അതുകൊണ്ടാണ് അയാൾ ആ പാട്ടിൽ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ വരിയിൽ പാടാനുണ്ടായ കാരണം. അത് വന്നപ്പോ ഇവർക്ക് ചോദിച്ചപ്പോ എന്തായിന്നറിയാം? ഈ പാട്ട് എങ്ങനെയെങ്കിലും നിരോധിക്കാനുള്ള ഒരു പണി അല്ലെങ്കിൽ കേസ് എടുക്കാമെന്ന് ബേജാറാക്കാന്നൊക്കെ വിചാരിച്ചു. നാട്ടുകാരൊക്കെ ഈ പാട്ടാണ്ട് ഏറ്റെടുത്ത് ദുബായിൽ നിന്ന് വരുന്ന വാട്സപ്പിൽ അറബിനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് പാടിക്കൊടുത്താണ്. പോറ്റിയെ കേറ്റിയെ മൂപ്പർക്ക് പറ്റുന്ന വാരി മൂപ്പര് ആ പാട്ട് പാടി. ഇത് കഴിഞ്ഞപ്പോ സഹി കെട്ടപ്പോ ഈ സഖാക്കൾ എന്താ ചെയ്തതെന്ന് അറിയുന്നത്? കേസ് കൊടുക്കാൻ ഞാൻ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും പാടുകയാണ് പോറ്റിയെ കേറ്റിയെ അവിടെ. അപ്പൊ അവിടുന്ന് വേഗം തടി സലാമത്തങ്ങം ബസ് കയറിയപ്പോ ബസ്സിലും ഈ പാട്ടാണ് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട്. അവസാനം പറഞ്ഞു എന്താണെന്നറിയാം? ഞാനിവിടെ നിൽക്കണില്ല, ഭാര്യ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോണ്ട് അളിയന്റെ മക്കള് തിണ്ടുമ്പോ നിരനിരായി ഇരുന്നിട്ട് കാല് തൂക്കിട്ടിട്ട് പോറ്റിയെ കേറ്റിയെ കുട്ടികളും പാടുക. അപ്പൊ പമ്പർന്നോളവരിറങ്ങി ഇവിടെ നിൽക്കാൻ നിവർത്തില്ല, ഞാൻ നാട് വിടാൻ ഓൾക്ക് വിളിച്ചപ്പോ ഓളം മൊബൈലും പോറ്റിയെ കേറ്റിയെ എന്നുള്ള റിങ്ടൂണാ. ഇതിലും വലിയ കുഞ്ഞിരായി കുടിക്കലുകൾ പെടാൻ ബാക്കിയുണ്ടാ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുത്തപ്പോ എന്താ? കേസ് കൊടുത്തപ്പോ ഇവർ കിടന്നുറങ്ങി ഇങ്ങനെ ആലോചിച്ചെന്താ? ഇത് കേസ് കൊടുത്താൽ ചിലപ്പോൾ ജഡ്ജും 4 വരി പാടാൻ സാധ്യതയുണ്ട്. ഈ പാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജഡ്ജ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ ഇതിൽ ഈ വരിയിൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു പാട്ട് ഇതൊരു ബർക്കത്തുള്ള പാട്ടായി മാറി. ചെറിയ പാട്ടാണോ? നല്ല ബർക്കത്തുള്ള പാട്ടായി. കാരണം ഒരു പാട്ട് നമ്മളൊക്കെ അങ്ങനെ പാടി അങ്ങനെയാണ് പോക്കാണ്. ആ പാട്ട് അങ്ങനെയാണ് കേട്ടാൽ നമ്മളതിന്റെ വരി ഒന്നും അത്ര ശ്രദ്ധിക്കലില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് ആരെ കുറിച്ച് എന്താണെന്നൊന്നും നമ്മളറിയില്ല, നമ്മളിങ്ങനെ കൂടെ പാടിക്കൊടുക്കും. പക്ഷെ ഈ പാട്ടിലുണ്ടായ പ്രത്യേകത എന്താ അറിയാം? അത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് എല്ലാരും ഇതിലേത് വരിയാ കുഴപ്പം? സ്വർണ്ണപ്പാളികൾ മാറ്റിയില്ലേ? ശരിയല്ലേ? സാഷ്ടാവിന്ദനം ഊറ്റിയില്ലേ? ശരിയല്ലേ? ഓരോന്നും ഇങ്ങനെ ഫിഖ് അർത്ഥം വെക്കണായി ഇങ്ങനെ ഓരോരുത്തർ വായിച്ചു കൊടുക്കുക. അതിങ്ങനെ കേട്ടപ്പോ ഇവർക്ക് തോന്നി എന്താ അറിയാം? ചിലപ്പം ജഡ്ജി പറയും ഈ പാട്ടിനൊരു കുഴപ്പമില്ല, കേരളം മുഴുക്ക ഈ കേറ്റിയെ പോറ്റി എന്നുള്ള ഈ പാട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു നിവൃത്തി ഉണ്ടാകില്ല എന്ന് കരുതിയതുകൊണ്ടാണ് തൽക്കാലം കേസുമായി പോകണ്ട എന്ന് തീരുമാനിച്ചത്.